മലയാളികൾക്ക് പണ്ട് ചൈനീസ് ഭക്ഷണത്തോടെയായിരുന്നു താല്പര്യമെങ്കിൽ ഇന്ന് കഥ മാറി മറിഞ്ഞിരിക്കുകയാണ്. ജെൻസി എന്ന് വിളിക്കപ്പെടുന്ന ഇന്നത്തെ തലമുറയുടെ ഭക്ഷണശീലങ്ങൾ ഇപ്പോൾ കെ ഫുഡ് അഥവാ കൊറിയൻ ഭക്ഷണങ്ങൾക്ക് പിന്നാലെയാണ്. ഒരു ചെറിയ ട്രെൻഡ് എന്നതിലുപരി വലിയൊരു കൾച്ചറൽ ഷിഫ്റ്റ് തന്നെയാണ് ഇതിലൂടെ കേരളത്തിൽ സംഭവിക്കുന്നത്. സദ്യയും ബിരിയാണിയും ഇഷ്ടപ്പെട്ടിരുന്ന മലയാളി യുവാക്കൾ ഇന്ന് കിംചിക്കും റാമിയൂണിനും പിന്നാലെ പായുകയാണ്. എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ കുട്ടികൾക്ക് പെട്ടെന്ന് കൊറിയൻ ഭക്ഷണത്തോട് ഇത്രയും അഡിക്ഷൻ ഉണ്ടായത്? ഇതിന് ഒരു ഒറ്റ ഉത്തരമേ ഉള്ളൂ, അത് കൊറിയൻ പോപ്പ് കൾച്ചർ തന്നെയാണ്. ലോക പ്രശസ്തമായ BTS, ബ്ലാക്ക് പിങ്ക് തുടങ്ങിയ മ്യൂസിക് ബാൻഡുകളാണ് ഈ വിപ്ലവത്തിന് തിരികൊളുത്തിയത്. അവർ കഴിക്കുന്ന ഭക്ഷണങ്ങൾ തങ്ങളുടെ ജീവിതശൈലിയുടെയും ഭാഗമാക്കാൻ ആരാധകർ ആഗ്രഹിക്കുന്നു. വൻ ഹിറ്റായ K-ഡ്രാമകളാണ് കൊറിയൻ ഭക്ഷണത്തെ നമ്മുടെ അടുക്കളകളിലേക്ക് നേരിട്ട് എത്തിച്ചത്. സ്ക്രീനിൽ പ്രിയപ്പെട്ട താരങ്ങൾ സ്പൈസി നൂഡിൽസ് കഴിക്കുന്നത് കാണുമ്പോൾ അത് പരീക്ഷിക്കാൻ ഏതൊരു യുവാവും ആഗ്രഹിക്കും. കൊറിയൻ ഭക്ഷണങ്ങളിൽ ജെൻസിയുടെ ഏറ്റവും വലിയ ഫേവറേറ്റ് റാമ്യൂൺ അഥവാ ഇൻസ്റ്റന്റ് നൂഡിൽസ് ആണ്. സാധാരണ നൂഡിൽസിനേക്കാൾ കട്ടി കൂടിയതും എരിവുള്ളതുമാണ് ഇതിന്റെ പ്രത്യേകത. സോഷ്യൽ മീഡിയയിൽ തരംഗമായ സ്പൈസി നൂഡിൽസ് ചലഞ്ച് വഴിയാണ് ഇതിന് ഇത്രയും പോപ്പുലാരിറ്റി കിട്ടിയത്. ചുവന്ന നിറത്തിലുള്ള നൂഡിൽസ് ചോപ്പ് സ്റ്റിക്സ് ഉപയോഗിച്ച് കഴിക്കുന്നത് ഇന്നൊരു സ്റ്റൈൽ സ്റ്റേറ്റ്മെന്റ് ആണ്. സൂപ്പർ മാർക്കറ്റുകളിൽ ഇപ്പോൾ റെഡി ടു ഈറ്റ് വിഭാഗത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്നത് കൊറിയൻ ബ്രാൻഡുകളാണ്. കൊറിയൻ നൂഡിൽസിനായി മാത്രമായി പ്രത്യേക ഷെൽഫുകൾ തന്നെ പല കടകളിലുമുണ്ട്. കേരളത്തിലെ പ്രമുഖ നഗരങ്ങളായ കൊച്ചിയിലും തിരുവനന്തപുരത്തും കോഴിക്കോട്ടും കൊറിയൻ റെസ്റ്റോറന്റുകൾ കൂണുപോലെ മുളച്ചു പൊന്തുകയാണ്. അവിടെയെല്ലാം യുവാക്കളുടെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. കൊറിയൻ ഭക്ഷണത്തിലെ പ്രധാന വിഭവമായ കിംചി ആരോഗ്യപ്രദമാണെന്ന ധാരണയും ഇതിന്റെ പ്രചാരം വർദ്ധിപ്പിച്ചു. പുളിപ്പിച്ച ഭക്ഷണങ്ങളോടുള്ള മലയാളിയുടെ താല്പര്യം ഇവിടെയും പ്രതിഫലിക്കുന്നു. ചിക്കൻ വിങ്സുകൾക്കും ഇപ്പോൾ കൊറിയൻ ടച്ചാണ്. മധുരവും എരിയും കലർന്ന കൊറിയൻ ഗ്ലേസ്ഡ് ചിക്കൻ വിങ്സുകൾ എല്ലാ കഫേ മെനുവിലും പ്രധാന ഇനമായി മാറിക്കഴിഞ്ഞു. ചോപ്പ് സ്റ്റിക്സ് ഉപയോഗിക്കുന്നത് ഒരു കലയായി മാറിയിരിക്കുന്നു. സ്പൂണും ഫോർക്കും ഉപയോഗിച്ച് ചോപ്പ് സ്റ്റിക്സ് ഉപയോഗിച്ച നൂഡിൽസ് നൂൽ എടുക്കാൻ പരിശീലിക്കുന്ന മലയാളി കുട്ടികൾ ഇന്ന് ധാരാളമാണ്. വീടുകളിലും കൊറിയൻ പാചക പരീക്ഷണങ്ങൾ നടക്കുന്നുണ്ട്. യൂട്യൂബ് നോക്കി കൊറിയൻ വിഭവങ്ങൾ തയ്യാറാക്കി ഇൻസ്റ്റഗ്രാം റീൽസ് ഇടുന്നത് ഒരു പുതിയ ഹോബിയായി മാറിയിരിക്കുന്നു. കൊറിയൻ ഭക്ഷണത്തിന്റെ പാക്കേജിംഗ് പോലും യുവാക്കളെ ആകർഷിക്കുന്ന ഒന്നാണ്. ആകർഷകമായ നിറങ്ങളും ചിത്രങ്ങളും ഇതിന്റെ വിപണന സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നു. ഈ ഭക്ഷണശീലം വെറും ഒരു ഫാഷൻ മാത്രമല്ല, മറിച്ചൊരു ആഗോള സംസ്കാരവുമായി മലയാളികൾ ഇഴകിച്ചേരുന്നതിന്റെ അടയാളം കൂടിയാണ്. കൊറിയൻ സിനിമകളും സംഗീതവും ഇതിന് ശക്തമായ അടിത്തറ നൽകുന്നു. ആരോഗ്യപരമായ വശങ്ങൾ ചർച്ച ചെയ്യപ്പെടുമ്പോഴും യുവാക്കൾ ഈ ഭക്ഷണത്തിന്റെ എരിവിനെയും സ്വാദിനെയും പ്രണയിച്ചുകൊണ്ടിരിക്കുകയാണ്. നാവിനെ പൊള്ളിക്കുന്ന ആ എരിവ് അവർക്കൊരു ത്രിൽ നൽകുന്നു. പരമ്പരാഗത ചൈനീസ് വിഭവങ്ങളായ ഫ്രൈഡ് റൈസിനെയും മഞ്ചൂരിയനെയും കെ ഫുഡ് പതുക്കെ പിന്നിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. വിപണിയിലെ ഈ മാറ്റം കണ്ട് ഹോട്ടൽ ഉടമകളും കൊറിയൻ ഷെഫുകളെ തേടുന്നു. കെ ഫുഡ് ട്രെൻഡ് കേവലം നഗരങ്ങളിൽ മാത്രം ഒതുങ്ങുന്നില്ല. ഇന്റർനെറ്റിന്റെ സ്വാധീനം മൂലം ഗ്രാമപ്രദേശങ്ങളിലെ കുട്ടികളും കൊറിയൻ വിഭവങ്ങൾക്കായി ആവശ്യപ്പെടുന്നത് പതിവാകുന്നു. അടുത്ത കുറച്ച് വർഷങ്ങളിലും ഈ ട്രെൻഡ് തുടരുമെന്നാണ് വിപണി വിദഗ്ധർ വിലയിരുത്തുന്നത്. കൂടുതൽ കൊറിയൻ ബ്രാൻഡുകൾ കേരളത്തിലേക്ക് എത്താനുള്ള തയ്യാറെടുപ്പിലാണ്. ഭക്ഷണം എന്നത് കേവലം വയറ് നിറയ്ക്കാൻ മാത്രമല്ല, മറിച്ച് മറ്റൊരു രാജ്യത്തിന്റെ സംസ്കാരം തൊട്ടറിയാനുള്ള വഴി കൂടിയാണെന്ന് ഈ പുതിയ തലമുറ തെളിയിക്കുന്നു.